മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇത്രയും ദിവസങ്ങളുമായിട്ട് പറഞ്ഞതിൽ നിന്ന് വലിയ ബന്ധമില്ലാത്ത ഒരു ചെറിയ കാര്യം പറയണമെന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രഭാഷണം നടത്താൻ ഭാഗ്യം കിട്ടിയവരാണ് ഞങ്ങൾ. ശരിക്കും പറഞ്ഞാൽ അത്ഭുതം തോന്നിയത് കഴിഞ്ഞ മാസം ഏപ്രിൽ 24, 25, 26, 27 കാസർഗോഡ് മംഗലാപുരത്തുമായിരുന്നു. 28-ാം തീയതി രാവിലെ, 28-ാം തീയതി വൈകുന്നേരം തിരുവനന്തപുരത്തെത്തി. 29-ാം തീയതി രാവിലെ പാറശാല മഹാദേവ ക്ഷേത്രത്തില് ഭഗവത്ഗീതയുടെ 9-ാം അധ്യായം ഉണ്ടായിരുന്നു. അതായത് 20 മണിക്കൂറിനിടയ്ക്ക് കേരളത്തിന്റെ വടക്കേ അറ്റത്ത് 8-10 പ്രഭാഷണങ്ങൾ നടത്തി. അവസാനിപ്പിച്ചത് പാറശാല മഹാദേവ തെക്കേ അറ്റത്താണ്. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടുന്ന വ്യക്തി എന്നുള്ള നിലയിൽ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതി നേരിട്ട് കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്രയും കേരളത്തിലെ റോഡുകളും കുറേ വീടുകളും ഗ്രാമങ്ങളും അതുപോലെ തന്നെ വ്യവസായങ്ങളും പൂന്തോട്ടങ്ങളും റോഡുകളുടെ നടുക്കുള്ള ചെടികളും സൈഡിലെ നീറ്റ്നെസ്സും ഇതെല്ലാം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിൽ മുതലെടുപ്പ് നടത്തുന്ന മന്ത്രിമാരോ കൈക്കൂലി വാങ്ങിക്കുന്നവരോ സ്ത്രീലമ്പടരായിട്ടുള്ളവരോ എല്ലാവരും ഉണ്ട്. അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഈ കേരളത്തിൽ അസാധാരണമായ മാറ്റം നടക്കുന്നുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. എത്രയാ മെഡിക്കൽ കോളേജ്, അത് വേണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എത്രയോ എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും മറ്റു കോളേജുകളും സ്കൂളുകളും ഒന്നും കൊടുക്കാതിരുന്ന ഒരു മന്ത്രിസഭയായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭ. ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ മുഴുവനും തമിഴ്നാട്ടിലും കർണാടകത്തിലും പോയി പഠിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ മിനിഞ്ഞാന്ന് കർണാടകത്തിൽ പോയപ്പോൾ നാലഞ്ച് കോളേജുകളിൽ ക്ലാസ് എടുത്തു. അവിടെ ഇപ്പോൾ 3, 4, 5 മലയാളികളെ ഉള്ളൂ, മലയാളി കുട്ടികളെ ഉള്ളൂ. അത് കാസർഗോഡ് അങ്ങറ്റത്തുള്ളവരാണ്. അവർക്ക് അതാണ് അടുത്തത് എന്നുള്ളത് കൊണ്ട് മാത്രം. ബാക്കി മുഴുവൻ ഇപ്പോൾ കേരളത്തിലാണ് പഠിക്കുന്നത്. ഇപ്പം നമ്മുടെ പൈസ പുറത്തേക്ക് പോകുന്നുമില്ല. അവിടുത്തെ കുറേ പിള്ളേർ ഇവിടെ വന്ന് പഠിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ മണ്ഡലത്തിലായാലും കാർഷിക മണ്ഡലത്തിലായാലും റോഡിന്റെ കാര്യത്തിലായാലും കുറേയൊക്കെ വാണിജ്യ വ്യവസായങ്ങളുടെ കാര്യത്തിലായാലും നല്ല മാറ്റം കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇതിന് മറ്റൊരു അഡീഷനും കൂടി പറയാം. ശരിക്ക് ഇന്ന് 25,000 രൂപയിൽ കൂടുതൽ ആർക്കെങ്കിലും ഡൊണേഷൻ കൊടുത്താൽ അത് അക്കൗണ്ടന്റായിട്ടേ പോവുള്ളൂ. പാൻ നമ്പർ വേണമെന്ന്. കള്ളപ്പണം ഇല്ലാതെയാക്കാൻ അസാധാരണ പ്രവർത്തനം നടക്കുന്നുണ്ട്. കുറേ മെയ്ക്ക് ഇൻ ഇന്ത്യയിലെ നേട്ടങ്ങളുണ്ട്. കുറേ നിയമങ്ങൾ നല്ല രീതിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യരുതെന്നുള്ള നിയമം വരുന്നുണ്ട്. ഭരണഘടന ഭേദഗതി വരെ ഇന്നലെ 3-4 എണ്ണം പാസ്സാക്കി. 331 പേരും സപ്പോർട്ട് ചെയ്ത ഭരണഘടനാ ഭേദഗതി. 0-0 ആണ് നോ പറഞ്ഞവര്. ഇന്നലെ ഞാൻ ടി വിയിൽ നോക്കിയപ്പോൾ കണ്ടത്. നല്ല രീതിയിൽ ആരംഗീകരിച്ചാൽ സെൻസെക്സ് കയറിയിരിക്കുന്ന കയറ്റം അസാധാരണമായിട്ടുണ്ട്. നല്ല രീതിയിൽ മെട്രോകളും സിറ്റികളും ബാക്കിയുള്ളതെല്ലാം വരുന്നുണ്ട്. ഞാനത് ശ്രദ്ധിച്ചുകൊണ്ട് പറയാണ്. 2 സ്ഥലത്ത് ഭരിക്കുന്നത് 2 പാർട്ടിക്കാരാണ്. അതുകൊണ്ട് ഞാൻ രണ്ടും ചേർത്ത് പറയാൻ കാരണം, ഒരാളോട് ഗോപാലകൃഷ്ണൻ ലീനിയൻസ് ഉണ്ട്, മറ്റേ ആളോട് ഇല്ലാത്തത് കൊണ്ടാണ് ഇയാള് മഞ്ഞ കണ്ണട വെച്ചെല്ലാം മഞ്ഞയാണെന്ന് പറയുന്നതെന്ന് തോന്നരുതെന്ന് വിചാരിച്ചേട്ടാ. ഇനി പറയാൻ ആഗ്രഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 സ്ഥലത്ത് നടക്കുന്ന നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തുന്നതിന് പകരം ഈ പരസ്പരം നടക്കുന്ന വെല്ലുവിളികളും അവഹേളനങ്ങളും വൃത്തികെട്ട രീതിയിലുള്ള വിമർശനങ്ങളും നിഷേധാത്മകമായിട്ടുള്ള കമന്റുകളും സമരങ്ങളും ഘരാവുകളും മാത്രമാണ് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. നന്മകളൊന്നും 2 ഗവൺമെന്റിന്റെയും ജനങ്ങൾ അറിയണില്ല. ഒന്നുകിൽ അത് പറയാൻ ആൾക്കാരില്ല. എന്നാലോചിച്ച് നോക്കുക, ഒരു സംസ്ഥാനത്തിലെ മന്ത്രി ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ രാത്രി 12 മണിവരെ ഇരുന്ന് പരിഹരിക്കാം. അതിനോട് എതിർപ്പുള്ളവരുണ്ടാവാം, യോജിപ്പുള്ളവരുണ്ടാവാം, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. പക്ഷേ ആയിരക്കണക്കിന് 10,000-കണക്കിന് പ്രശ്നങ്ങളാണ് പരിഹരിച്ചുകൊണ്ട് പോകുന്നത്. അതേപോലെ തന്നെ പാൻ കാർഡ് കമ്പൽസറി ആക്കി അകത്തുള്ള ബ്ലാക്ക് മണി മുഴുവനും ശരിക്കുള്ള വഴിയിലേക്ക് കൊണ്ടുവരാൻ പാകത്തിന് ടാക്സ് കൊടുപ്പിക്കുന്ന ഒരു സിസ്റ്റം. 2Gയും 3Gയും കോൾ മൈനും കൽക്കരി ഖനികളും എല്ലാം 2 ലക്ഷം കോടി രൂപയ്ക്കാണ് വരവ്. ഇനി ഞാൻ ജെറ്റ്ലി പറയുന്നത് കേട്ടു, ബാങ്കുകളില്
ക്ലെയിം ചെയ്യാതെ കിടക്കുന്ന ലക്ഷക്കണക്കിന് കോടി രൂപകളുണ്ട്. ഉടമസ്ഥര് നോമിനി കൊടുത്തിട്ടില്ല, അത് ബാങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. എത്ര ലക്ഷം കോടിയാണെന്നുള്ള അറിഞ്ഞൂടാ. അത് മുഴുവനും കർഷകരുടെ ബെനിഫിറ്റിലേക്ക് വേണ്ടിയിട്ട് മാറ്റുകയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ എല്ലാ തരത്തിലുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കും നല്ല രീതിയിൽ വാണിജ്യ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സംവിധാനം, ഈ 2Gയും 3Gയും അതായത് കൽക്കരി ഖനിയും കോർപ്പറേറ്റുകൾക്ക് ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഫ്രീ ആയിട്ട് കൊടുത്തതാ കോൺഗ്രസ് ഗവൺമെന്റ്. അത് ബ്ലോക്ക് ചെയ്ത് അതിൽ നിന്നാണ് ഈ 2 ലക്ഷം കോടി രൂപ ഉണ്ടാക്കിയത്. CAGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബ്ലോക്ക് ചെയ്തിട്ട്. അപ്പൊ ഈ കോർപ്പറേറ്റുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തവർ തന്നെയാണ് ഈ ഗവൺമെന്റ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതിനെ തുറന്നു കാണിക്കാൻ ഇവർക്ക് പറ്റണില്ല. അപ്പോ 2 ഗവൺമെന്റിന്റെയും ഗതികേടെന്ന് പറയുന്നത് രണ്ടുപേരും ധാരാളം നന്മകള്, അടിമുടി മാറ്റം വരുത്തുന്ന നന്മകള് ദേശത്തിനകത്തും ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധം, മൊറീഷ്യസുമായിട്ടുള്ള ബന്ധം, സെയ്ഷലസുമായിട്ടുള്ള ബന്ധം, ചിലിയുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ ഓസ്ട്രേലിയയും ജപ്പാനുമായിട്ടുള്ള ബന്ധം, അമേരിക്കയും ഇംഗ്ലണ്ടും ജർമ്മനിയും ഫ്രാൻസും കാനഡയുമായിട്ടുള്ള ബന്ധം, അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം, എല്ലാവിധ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ദൃഢമാക്കുക, അകത്ത് സ്ട്രോങ് ആക്കുക, ലീഗൽ സിസ്റ്റം പെർഫെക്റ്റ് ആക്കുക, അക്കൗണ്ടിങ് സിസ്റ്റം പെർഫെക്റ്റ് ആക്കുക, ടാക്സ് സിസ്റ്റം പെർഫെക്റ്റ് ആക്കുക. എല്ലാം ലാൻഡിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഗവൺമെന്റ് 15 വിധ ലാൻഡുകളാണ് കർഷകരിൽ നിന്ന് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഇവരത് 19 വിഭാഗമാക്കി. ആ 19 വിഭാഗത്തിൽപ്പെട്ട ലാൻഡ് എടുക്കുന്നത് ഒഴികെ ബാക്കിയുള്ളത് എടുക്കാം എന്നുള്ളതാണ് ലാൻഡ് ബില്ല്. അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആരുമില്ല. അതായത് പാൻ കാർഡ് ഇല്ലാതെ 1 ലക്ഷം രൂപയുടെ ഗോൾഡ് വാങ്ങിക്കാൻ പറ്റില്ല. 1 ലക്ഷം രൂപയുടെ ഗോൾഡ് വാങ്ങിക്കാൻ അച്ഛൻ മകളുടെ കല്യാണത്തിന് വേണ്ടി പോയാല് ആ 1 ലക്ഷം രൂപ കൊടുക്കുന്നതിന് മുമ്പ് പാൻ നമ്പർ കൂടി കൊടുക്കണം. കൊടുത്താൽ ഈ 1 ലക്ഷം എവിടെ നിന്ന് കിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അകത്തുള്ള ബ്ലാക്ക് മണിയും പുറത്തുള്ള ബ്ലാക്ക് മണിയും പോകാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ആരെങ്കിലും 25,000 ഡൊണേഷൻ തന്ന പാൻ നമ്പർ കൂടി ചേർത്താലേ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഏത് വ്യക്തി അകത്തു നിന്നും പുറത്തു നിന്നും പൈസ തരികയാണെങ്കിൽ പാൻ നമ്പർ വേണം. അങ്ങനെ കമ്പൽസറിയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 9,970ഓളം സംഘടനകളെ ബാൻ ചെയ്തു. കാരണം പുറത്തുനിന്ന് ഒരു കണക്കുമില്ലാതെ പൈസ വന്ന് മതം മാറ്റാനും മദ്രസ എന്ന പേരിലും അല്ലെങ്കിൽ വനവാസികൾക്ക് എന്ന പേരിലൊക്കെ വരുന്ന പൈസകളുടെയൊക്കെ സ്രോതസ്സും കൊടുത്ത ആളുടെ ബാക്ക്ഗ്രൗണ്ടും വാങ്ങിച്ച ആളുടെ ബാക്ക്ഗ്രൗണ്ടും എന്തിനുപയോഗിക്കുന്നു എന്നുള്ളതെല്ലാം പറഞ്ഞാലേ ഇപ്പൊ ബാങ്കിൽ എടുക്കുള്ളൂ. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ, അതുപോലെ ഡിജിറ്റലായിട്ടുള്ള മാറ്റങ്ങൾ, മൊബൈൽ ഫോണിന്റെ കാര്യത്തിലെ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളെല്ലാം ഭാരതത്തിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കേരളത്തിലും ഭാരതത്തിലും വരുമ്പോൾ അത് ജനങ്ങളെ അറിയിക്കാനുള്ള സംവിധാനം ഇല്ല. പ്രതിഷേധത്തിന്റെയും നിഷേധാത്മകതയുടെയും ശബ്ദം മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇന്ന് അറിയിക്കണമെന്ന് തോന്നി. നമ്മുടെ രാജ്യം, എൻ്റെ രാജ്യം പുരോഗമിക്കുമ്പോൾ നമുക്ക് ആര് ഭരിക്കട്ടെ ഭരിക്കാതിരിക്കട്ടെ അഭിമാനിക്കാനുള്ള അവകാശം പോലും നിരാകരിക്കുന്ന വിധത്തില് നെഗറ്റീവുകൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുമ്പോഴേ അത് വാർത്തയാവുന്നുള്ളൂ എന്ന് വരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ട ഗതികേട് നമുക്ക് വന്നു. നല്ല പുരോഗമനം ഒരു വശത്തുള്ളപ്പോഴും അത് മുഴുവനും തമസ്കരിക്കപ്പെടുന്ന ഒരവസ്ഥ ഇല്ലാതെയാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. പ്രണാമം, നമസ്കാരം.